കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ എന്തുവാ? നീ ആ പാസ്പോർട്ട് ഒന്ന് നോക്കി എടുത്ത് വെക്കണേ. പാസ്പോർട്ടോ? അതെന്തിനാ പാസ്പോർട്ട്? ഒരു കല്യാണാലോചന. ആർക്ക്? വാപ്പയ്ക്കോ? എനിക്കോ? പിന്നെ ഞാനാണ് ഇവിടെ പോരറിഞ്ഞിരിക്കുന്നത്. നിനക്ക്? എനിക്കോ? കല്യാണോ? ഗൾഫീന്നാ. അറബിയാണോ? അറബിയല്ല, ഒട്ടകം. ചെക്കൻ ഗൾഫീന്നാന്ന്. നല്ല ആലോചനയാണ്. പിന്നെ വാപ്പാടെ ഒരു പരിചയക്കാരൻ്റെ മോനാ. ചെക്കൻ ബീറ്റക്കാ. ഇങ്ങോട്ടൊക്കെ നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും കേട്ടോ. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെ കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകും. വാപ്പാ സമ്മതിക്കും. ഇതേ പല കല്യാണാലോചനകളും നീ ഉപ്പില്ല മുളകില്ല എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുടക്കിയിട്ടുണ്ട്. മുടക്കി സമ്മതിച്ചു. എന്നാ പിന്നെ അവരോട് വരാൻ പറ. പെണ്ണ് കാണാനാ? അല്ല, പിന്നെ കേബിളുകാരോട് വരാൻ പറയാം. കല്യാണത്തിന് സമ്മതിക്കോ? പാസ്പോർട്ട് നോക്കിയെടുക്കോ? അതൊക്കെ ഞാൻ നോക്കിയെടുക്കാം. പക്ഷെ അവരോട് വേഗം വരാൻ പറയണം. വിളിക്കാം, പാപ്പയൊന്നും ചെയ്തിട്ട്. ഹലോ ഹലോ അംബ്ലിക്ക. എന്താ ഷൈന? ബാപ്പ ഇപ്പൊ വിളിക്കും, അപ്പൊ വേഗം ഒന്ന് വന്നേക്കണേ. ആ ബാപ്പ വിളിച്ചോട്ടെ, ഞാൻ വരാൻ റെഡിയാണ്. ശരി 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 ശരി. മനോഹര, മറ്റേ സുമേഷ് ഉണ്ടല്ലോ, സുമേഷ് മോനായിട്ട് ഇരിക്കും. ഞാനില്ലാത്തപ്പോ നിന്നോട് അവിടെ ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഫോൺ വരുമ്പോ ഇരുന്ന് പോയതാണ്. മോശമല്ല. ആ തോമസ് ചേട്ടാ, കിട്ടണല്ലേ? ഇല്ല ഇപ്പൊ വരാ. ഇല്ല, ഫ്രീ ആണ്, ആളുണ്ട്. ആ വരാട്ടാ. അതേ ഇറങ്ങിയാണ്. നമ്മുടെ ഇടിമില്ലില്ലേ, ഇടിമില്ലിന്റെ അടുത്ത് ആ തോമസുകാരന്റെ വീട്ടിലൊരു കംപ്ലൈന്റ് ഉണ്ട്. നീ ഒന്ന് ചെല്ലിപ്പെട്ടു. ഒറ്റ കാവലും പോയിട്ട് കാര്യമില്ലല്ലോ. എടാ, നീ ഒറ്റക്ക് പോയിട്ട് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. തോമസുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് എന്താ കംപ്ലൈന്റ് എന്ന് ചോദിക്കുക. അത് നീ എന്നോട് ഫോണിൽ വിളിച്ച് പറയാ. ദൈവത്തെ ഓർത്ത് നീ അതുമായിട്ട് പണിയാൻ നിൽക്കണ്ട കേട്ടാ. അതെവിടെ കൊണ്ടുപോണ്? ഇതില്ലാണ്ട് എങ്ങനെയാണ്? നീ അതവിടെ വെക്ക്. നീ ഒന്നും ചെയ്യണ്ട. അവിടെ പോയി നീ ചെയ്ത ആ പരിസരം മുഴുവൻ പോകും. നീ അത് ആ ബോക്സ് അവിടെ വെച്ചേ. ഒരു പ്രൊഫഷണൽ സാധനം പോലാണ് ഇത്. നീ അതവിടെ വെച്ചേടാ. അത് അവിടെ വെക്കത്. പണി അറിയാൻ പാടില്ല, വെറുതെ അത് ചോന്നുണ്ട് നടന്നിട്ട് എന്താ കാര്യം? അല്ല, ഏതായാലും പോന്നല്ലേ. മഞ്ഞ വേറെ ചോന്ന വേറെ കണക്ഷൻ ഒന്ന്. എന്റെ പൊന്നു മനോഹര, ദൈവത്തെ ഓർത്ത് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ ആ വീട്ടിൽ ചെല്ലുക. എന്താ കംപ്ലൈന്റ് എന്ന് ചോദിക്കുക. വിളിച്ചപ്പോ തന്നെ ഒരാള് ചെന്നെന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നീ നന്നാക്കാൻ നിൽക്കണ്ട. ആ പരിസരം മുഴുവൻ കളയും നീ. ഒന്ന് എഴുതി തന്നെ. എന്തെഴുത്ത? എനക്കൊരു സമാധാനത്തിൽ. എന്റെ കൂടപ്പുറപ്പേ, നീ ഒന്നും ചെയ്യണ്ട. നീ അവിടെ വെക്കവിടാ. അവിടെ വെക്കത്. ഒന്ന് ചെല്ല്. പോയപ്പോ തുടങ്ങിയ വരെയാണല്ലോ, ഇതുവരെ തീർന്നില്ലേ? നീ ഇത് എവിടെയായിരുന്നു? കുറെ നേരമായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ആ ശാരദേച്ചിയുടെ അടുത്ത് പോയേക്കുമായിരുന്നു. ശാരദേച്ചിയുടെ അടുത്ത് എന്തിന്? ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടേ ഒരു കറി പൗഡറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറി പൗഡറോ? നീയാ ഉണ്ടാക്കണേ? ഇല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാ. ആ, എല്ലാരും കൂടെയാണ് കുഴപ്പമില്ല. അല്ല, നീ ഒറ്റയ്ക്കാണെങ്കിൽ അതൊന്നും ആളുകൾ തീറ്റിക്കരുതേ. അയ്യോ, ഭയങ്കര തമാശ. എന്തേ? അല്ല, കുഞ്ചു എന്തേ? കുഞ്ചൊക്കെ ഉറങ്ങി. ഉറങ്ങിയോ അവൻ? അവന് നിന്റെ ഒരു പടം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് വരച്ചു കൊടുത്ത്. പാവം അതും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ പോയി കിടന്നുറങ്ങി. ചുമ്മാ പറഞ്ഞ അമ്മേ, അച്ഛൻ അവന് കഴുതയുടെ പടം വരച്ചു കൊടുത്തത്. ഹലോ. ഓ സർവേറേ, പറഞ്ഞോ? മാസം മാസം ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിട്ടാ. വലിയ ആള് കളിച്ചാൽ ഞാൻ കൊട്ടിലപ്പാട്ടേക്ക് ഒരു വരവ് വരും കേട്ടോ. കൊട്ടിലപ്പാട്ടോ, അത് വലിയൊരു പാട്ടാണ് മോളെ. അതെ, പാടിയാലും തീരൂല. സമയം പോലെ അമ്മ പാടിത്തരാം. അല്ലേ ഏട്ടാ? അതെ അതെ, പിന്നെ അനന്തമായ സാഗരം. അതെ അതെ. അത് ആരേട്ടാ വിളിക്കുന്നേ? എന്തിനാ ഫോൺ സൈലന്റ് ഇട്ടേക്കുന്നത്?
ഇല്ലില്ല വേണ്ട ഏട്ടനെടുത്തു. അല്ല എടുത്തോ. ഇല്ല ഏട്ടനെടുത്തു. എടുത്തോ സംസാരിച്ചോ. ആരാ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ പേര്. ശശാങ്കനാ. ഓഫീസിലെ പിയോണാ. എടുത്തോ. എടുക്കുവേ. ആ ആരാന്ന് പറയും. ഭാര്യ എന്ന് പറയണം. വേഗം വേണ്ട നീ ചിലപ്പോ പറയുകയും ചെയ്യും. ഹലോ ഹലോ. ആ എന്താ ശശാങ്ക? ആ സാറേ, ആ പിന്നെ കളക്ടർ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടില്ലേ? ഓ അത് സാറിൻ്റെ കയ്യിലല്ലേ? അത് എന്റെ മേശപ്പുറത്താണ്. ആ അതെ, അത് ദത്തൻ സാർ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ അതവിടെ ഓഫീസിലില്ലല്ലോ. പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയിരിക്കുക. അത് കുറച്ചുകൂടെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. സാർ അത് ഇന്ന് എത്തിക്കാൻ പറ്റുമോ? ഇന്ന് എത്തിക്കാൻ പറ്റില്ല. ഞാൻ മന്ത്ലി കോൺഫറൻസ് ആയിട്ടേ. അല്ല മന്ത്ലി കോൺഫറൻസാ സാറിനാ? അല്ല ദത്തൻ സാറിന് മന്ത്ലി കോൺഫറൻസ് ആയിട്ട് പോയിരിക്കുമെന്ന് വിചാരിച്ചു ഞാനേ. ഞാനിപ്പോ കണ്ണൂരാണ്. കണ്ണൂർ അവിടെ എന്താ സാറേ? അവിടെ ഒന്നുമില്ല. അവിടെ വേറൊരു ഒരു മീറ്റിംഗ് ആയിട്ട് വേണ്ടി വന്നതാ. മീറ്റിംഗാ? ഓഫീഷ്യലാ? ആ അതെ ഓഫീഷ്യലാ. ഞാനൊരു കാര്യം ചെയ്യാം. അല്ല ഒഫീഷ്യൽ എന്ന് പറയുമ്പോ നമ്മുടെ ഓഫീസിൽ എന്ത് മീറ്റിംഗ് സാറേ കണ്ണൂര്? അല്ല അതെ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാടാ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങ് വരും കേട്ടാ. ഓ ശരി. അപ്പൊ ഞാൻ എത്തിക്കാം. അതുപോലെ മതി സാറേ. ആ ശരി ആ ഓക്കെ. സാർ വേറെ എല്ലാവരുടെ അടുത്തും ഈ മന്ത്ലി കോൺഫറൻസ് എന്ന് പറഞ്ഞ കള്ളക്കഥ പറഞ്ഞല്ലേ മുങ്ങുന്നേ? അല്ല വല്ല മനസ്സിലേക്കാണോ? കള്ളത്തരാന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇല്ലല്ലേ? ഇല്ല. ഓ ഇനി പറഞ്ഞ എന്താ അറിഞ്ഞില്ലെങ്കിൽ എന്ത്? അയ്യോ എന്തൊരു ധൈര്യ. ചായ എടുക്കട്ടെ? ആ ചായ ആവാ. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കണ എന്റെ പൊന്നു? ഞാനും ഇത് തന്നെ നോക്കിയത്. ഇതിനാ നിനക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടു തന്നത്? ചായ എടുക്കാം. ആ വരയ്ക്ക് നല്ലത് നോക്കിയിട്ട്. വരാന്ന് പറഞ്ഞ അപ്പൊ വരുന്നുള്ളൂ. വന്നില്ല പാപ്പാ. എത്ര സമയമായത്? വന്നു കപ്പ റെഡി. ചൂടുണ്ടേ? പോരാ. പോരെ? ചമ്മന്തി പോരാ. ചമ്മന്തി ഇത്രയും പോരെ? ഇനി കൊണ്ട് പോവാ, ഞാൻ എടുത്തോണ്ട് വരാം. അതല്ല പറഞ്ഞ അവിടെ വിട്. അതല്ലെന്ന് ഈ ചമ്മന്തി ശരിയായില്ല. ഇതിനാകെ എരിവുമില്ല പുളിവുമില്ല ഉപ്പൊന്നും ഒരു പാകത്തിനില്ല. ശരിക്കും അതൊക്കെ ഉണ്ടല്ലോ നിന്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ചമ്മന്തി. ഉഫ് എന്തൊരു ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. എന്നാ പിന്നെ പാപ്പ ഇത് കഴിക്കട്ടെ, ഞാൻ കഴിച്ചോളാം. അവിടെ വയ്ക്കുന്നു വിട്ടേ. വേണ്ട കഴിക്കണ്ട. വീടന്ന് എന്തെങ്കിലും പറയുമ്പോൾ പിണങ്ങാൻ പോവുക. അവിടെ ഇരിക്കും. ഓ അത് ശരി. അപ്പൊ ഉമ്മച്ചിയാണല്ലേ ഓരോ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് വാപ്പേനെ വഷളാക്കിയത്? ആണെങ്കിലോ? പണിയൊന്നുമില്ല. നീ പിണങ്ങിയിരിക്കാതെ കപ്പ കഴിക്കാം. കപ്പ എന്ന് പറഞ്ഞാലേ ചൂടോടെ കഴിക്കണം, എന്നല്ല അതിന് ടേസ്റ്റ് ഉള്ളൂ. എനിക്കിപ്പൊ വേണ്ട വാപ്പ, വിശക്കുന്നില്ല. കഴിക്കുമോളെ? ഇല്ല ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ ശരി കഴിക്കണം കേട്ടോ. കഴിക്കാം. പാപ്പ അവരെ വിളിച്ചായിരുന്നോ? ആരെ? കേബിളാരെ. എന്നിട്ട് അവര് ദേ വരുന്നെന്ന് പറഞ്ഞതാ, ഇതുവരെ കാണാനില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോ തന്നെ വരണ്ടാണല്ലോ ഇവിടെ. അത് നിനക്ക് എങ്ങനെ അറിയാം? അല്ല അവര് ഈ കേബിളുകാര് ഭയങ്കര ഉത്തരവാദിത്തമുള്ളവരാണേ. ആണോ? ആ
വാപ്പ പോയാ? വാപ്പ പോയാന്ന്? ആ ആപ്പയിലല്ലേ വന്നേ? ആ അപ്പേലാണ് വന്ന. വാപ്പ പോയാന്നാ ചോദിച്ചത്. ആരാ മോളെ? കേബിളുകാരനാ വാപ്പ. ആപ്പയിലെ വന്നേന്ന് പറയായിരുന്നു. അമ്പിളിയാണോ? ആ ഞാനാണ്. ആഹാ കേറി വാമ്പിളി. മജീദ് കൂടെ ഉണ്ടായാ? ഈ സാധനം കൂടെ ഉണ്ടായി ഞാൻ വരില്ല എന്ന് പറയണ്ടേ. ആ ഭക്ഷണം കഴിക്കാൻ എന്താ വിളിച്ച? വേണ്ട കഴിച്ചു വെച്ചോ. വേണ്ട. എന്താ വിളിച്ചെന്താണ്? ടി വിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് ഇടയ്ക്കിടയ്ക്ക്. ആണോ? എന്ത് പറ്റിയത്? ഡീറ്റെയിൽ അവളോട് വെച്ചാൽ പറഞ്ഞ അവളുടെ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ. കാണാൻ പറ്റണല്ലേ? ആ കാണാൻ പറ്റുന്നുണ്ട്. ടി വി ഓൺ ആവുന്നുണ്ട്. പക്ഷേ കാണാതിരിക്കാൻ പറ്റാത്ത കണക്ഷൻ മിസ്സിംഗ് ഉണ്ട്. അതെന്താന്നാ മജീദക്ക, ഇപ്പൊ നമ്മൾ ഈ FTTH ആക്കിയല്ല, ഫൈബർ ടു ദ ഹോം. അപ്പൊ അതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. അതാണ് കുഴപ്പം. അത് നമ്മൾ ഇടക്കിടക്ക് വന്നൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി. അത് ബൂസ്റ്റ് ചെയ്താൽ ശരിയാവും. കാണാതെ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് അതേ. ബ്ലിങ്ക് ചെയ്യുമ്പം ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഇടക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ വെച്ചാൽ മതി. അതേ ഞാനൊന്ന് നോക്കട്ടെ, TV ഒന്ന് നോക്കട്ടെ. വാ ഇല്ലേക്ക് അവിടെ ഇരുന്നോ, ഞാൻ നോക്കാം. ആ നടക്ക്. അവിടെ റിമോട്ട് അവിടെ? റിമോട്ട് താഴെ ഉണ്ടല്ലോ. അതെ എന്താണ് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു? പറ. എന്താ ഇപ്പൊ ഇനി കംപ്ലൈന്റ്? അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഊരിവിട്ടതാ. ഊരിയിട്ടതാ? എന്നെ കാണാൻ വേണ്ടിട്ടാ? ആ ഇത് കുഴപ്പമില്ല മജീദ്, ഒരു സിഗ്നലിന്റെ കുഴപ്പമാണ്. നമുക്ക് കറക്റ്റ് ചെയ്യാത്. അത് നമ്മൾ ഈ എപ്പോഴും കാണാത്തോണ്ടേ ചില ഇത് വന്നിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ആവും. അത് കുഴപ്പമില്ല, കറക്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇപ്പം ഈ ഫൈബർ ആണല്ല, അത് ഈ ലൈഫ് ലോങ് ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇടക്കിടക്ക്. നോക്കട്ടെ. നമ്പറാണ്. മജീദ് എവിടെ പോയാ? കുഴപ്പമില്ല. മജീദ് നമുക്ക് 5 കിട്ടണുള്ളൂ ഇവിടെ. നമുക്കൊരു 8എങ്കിലും വേണം കറക്റ്റായിട്ട് കാണണമെങ്കിലേ. എന്താ അത് സിഗ്നലേ. സിഗ്നല്. അല്ല നമുക്കേ അപ്പോഴീ 8 കിട്ടുന്ന ഒരു മെഷീൻ മേടിച്ച് വെച്ചാൽ പോരെ? മെഷീന്റെ കുഴപ്പമല്ല ഇത് നമുക്ക് സിഗ്നൽ ഇവിടെ എത്തിക്കിട്ടാഞ്ഞിട്ടാണ്. വല്ല കേബിള് കട്ട അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും. നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം, ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. എന്താണ്? ഈ ഡിവൈസേ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ച് നിൽക്കണം. നല്ല പൊക്കത്തിൽ പിടിക്കണം. നല്ല കൈ എത്തുന്ന പോലെ പൊക്കി പിടിച്ചോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആവുമ്പോ ഇങ്ങോട്ട് വന്നേച്ചാ മതി. ആര്? മജീദ് ഒന്ന് പൊക്കി പിടിച്ചട്ടെ. ഞാന്? അല്ല നിനക്കല്ലേ നല്ല പൊക്കമുള്ളത്, അപ്പൊ നീ പൊക്കി പിടിക്കുന്നതല്ലേ നല്ലത്. ഞാൻ പോയി പൊക്കി പിടിച്ചത് മജീദ് നന്നാക്കുവോ? ഇത് കറക്റ്റായിട്ട് ഇവിടെ ഇരുന്ന് ട്യൂൺ ചെയ്ത് അത് ശരിയാക്കി എടുക്കണം. അപ്പൊ പിന്നെ ആര്? എന്നാ പിന്നെ ഞാൻ പോയി പൊക്കി പിടിച്ചോളാം പാപ്പ. എവിടെ പിടിച്ചോളൂ? ഇവള് പോയാൽ ശരിയാവൂല. അവക്ക് പൊക്കം കുറവല്ലേ. ഇപ്പൊ ഉള്ളതിൽ പൊക്കം മജീദ്ക്കാക്കല്ലേ. മജീദ്ക്കൊന്ന് പൊക്കി പിടിക്ക്. കൈ ആടാതെ പിടിക്കണോ? അതുകൊണ്ടാണ്. ഒട്ടും ആടരുത്, എന്നാലേ സിഗ്നല് കറക്റ്റ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആടി നിന്നാ കറക്റ്റ് കിട്ടൂല. പോയിട്ട് എന്നാ കൊണ്ടുപോയി പൊക്കി പിടിച്ച് നിൽക്ക്. ഏത് കയ്യിലാന്ന് പറഞ്ഞ? എന്റെ മജീദൊക്കെ വലത്തെ കൈ പിടിക്കണം, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം, തിരിഞ്ഞും നോക്കരുത് കേട്ടാ. ഇതില് സിഗ്നൽ വരുമ്പോ എനിക്കൊരു സിഗ്നൽ തരൂ. ഞാൻ ഇവിടെ ഇരുന്ന് ട്യൂൺ ചെയ്ത് സിഗ്നൽ ഓക്കെ ആവുമ്പോ ഞാൻ മജീദ് ഖാനെ വിളിക്കാം. അപ്പൊ സമാധാനമായിട്ട് ഇങ്ങോട്ട് പോര്. ടെൻഷൻ അടിക്കണ്ട, അത് വെറുതെ പൊക്കി പിടിച്ചാൽ മതി കേട്ടാ. അതെ. അല്ല ഇത് നമ്പർ എത്രയാന്ന് പറഞ്ഞ? മജീദ് 8 നമുക്ക് വേണ്ടത്. 5 കിട്ടണുള്ളൂ. 8 ആവുമ്പോഴേക്കും ഞാൻ വിളിക്കാം കേട്ടാ. ശരി. വല്ല സംശയം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? പോയിക്കോ. എന്തൊരു മുതലാടി ഇത്. അതെ എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതെ അമ്പിളിക്ക, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്തിന്? ആ ഭാവത്തിനെ ഇങ്ങനെ കുരങ്ങൊളിപ്പിക്കുന്നതിന്. നീ എന്നെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്നാലും അപ്പൊ വാപ്പ നിൽക്കുമ്പോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എനിക്ക് തന്നെ വെളിവില്ല. നീ വേഗം പറ, പുള്ള കൈ കാഴ്ച ഇങ്ങോട്ട് വരും. പറയാം. എന്താണെന്ന് ക്യൂട്ട് എക്സിറ്റ് ഇല്ലേ? അതൊക്കെ ഞാൻ ഇട്ടോളാം.
ഇതുവരെ സിഗ്നൽ കിട്ടിയില്ലേ? വേണ്ട, നോക്കണ്ട. നീ നോക്കിയാൽ പിന്നെ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ നാളെ അവനെ വിളിക്കേണ്ടി വരും. സിഗ്നൽ പിടിച്ചിട്ട് എന്നെ കാര്യം. മജീദ് കാ, ഓ, ഇതെന്താ സർക്കസാ? അല്ലടാ, നിന്റെ വാപ്പാന്റെ തല. പോടാ അവിടുന്ന്. ഡിവൈസ് എന്തോന്ന് സിഗ്നൽ എന്തോന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവോ? മണ്ടന്മാര്. വാ, സിഗ്നൽ വരട്ടെ വരട്ടെ വരട്ടെ. വാപ്പൊന്നും ഇപ്പം ഇങ്ങോട്ട് വരില്ല. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയ്. കുറെ നേരമല്ലേ ഇത്? അതെ അംബ്ലിക്ക, ഇത്തവണ ബാപ്പ ഭയങ്കര സീരിയസാ. എന്തിന്? എന്നെ കെട്ടിച്ച് അടങ്ങൂന്നാ. കെട്ടിച്ചു വിടാനാ? എന്നെ കെട്ടിച്ച് സൗദിക്ക് വിടാനാ പ്ലാൻ. സൗദിക്ക? ഉടനെ തന്നെ പെണ്ണാണാൻ വരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടാവും. അങ്ങനെ വന്ന് കാണുമ്പോൾ തന്നെ ഒന്നും നിന്നെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വന്നിങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് കല്യാണവും ചടാപിടിയൊന്നും നടക്കൂല. നീ ഒരു കാര്യം ചെയ്, അവന് ഇഷ്ടപ്പെട്ടില്ലെന്നാ എന്തെങ്കിലും തടസ്സമൊക്കെ പറഞ്ഞിട്ട് നീ ഒന്ന് പിടിച്ചു നിൽക്ക്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അതൊന്നും പറ്റില്ല അംബ്ലിക്ക. എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. എവിടെ വരാന്ന്? നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നീ എന്താ കളിക്കണ? എവിടെ പോവാന്നാ നീ പറയണത്? നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും. ഒരുമിച്ച് താമസിക്കാൻ എവിടെ പോവാൻ? എടി, എൻ്റെ വീട്ടിൽ ചേട്ടന്മാര് പെരന്നിറങ്ങി നിൽക്കുകയാണ്. അച്ഛനെ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാം. എന്റെ അമ്മനെ നിനക്ക് അറിഞ്ഞുകൂടാ. തീയിട്ടുകളെയും നമ്മളെ രണ്ടാളെയും. നീ ഉച്ചെടുക്കല്ലേ? പാപ്പ കേൾക്കൊന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊരു പയ്യനല്ലേ? നിങ്ങളോ പയ്യനോ? അല്ല, വീട്ടിൽ ഞാൻ ഇളയ മോനല്ലേ. എന്നെ പുന്നാരിച്ച് വളർത്തി വഷളാക്കിയത് കൊണ്ടാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ സമാധാനപ്പെട്. ആരെങ്കിലും എന്നെ കെട്ടിക്കൊണ്ട് പോകുമ്പോ നിങ്ങൾ അനുഭവിച്ചോളൂ. എനിക്ക് ഷായനെ ഞാനങ്ങനെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കൂല. ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. നീ സമാധാനപ്പെട്. ഞാനൊന്ന് ആലോചിക്കാം. നീ ആ ഇല പറിച്ച് തീർക്കല്ലേ? സമാധാനപ്പെട്. ഇനി എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. എന്നെ വിളിച്ചാൽ ഞാൻ അപ്പൊ ഇറങ്ങി വരും. നീ ഇങ്ങനെ രാവിലെ കുളിച്ച് എത്രയായി നിൽക്കണ ഒളിച്ചോടാൻ? എനിക്ക് 100 കൂട്ടം കാര്യങ്ങളില്ലേ വേറെ? എന്നെ കൊണ്ടുപോയില്ലെന്താ? ഇനി നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിച്ചാൽ എങ്ങനെയാണ്? എനിക്ക് വീട്ടിൽ അതിനുള്ള സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കണ്ടേ? എന്തോരം വീട്ടിൽ ഞാൻ കണക്ഷൻ കൊടുക്കേണ്ട ദൈവം. ഇവിടെ വന്ന് ഞാൻ പെട്ടും പോയല്ല. ആഹാ, പെട്ടുപോയല്ലേ? എന്റെ ഷായന ഞാൻ വെറുതെ ടെമ്പറലി പറഞ്ഞു പോയാണ്. ഞാൻ അതുമ്പോ പിടിച്ച് കേറല്ലേ നീ? വാപ്പ ഇപ്പൊ വരും. അതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പറ. വാപ്പാക്ക് ഇത്തിരി വിഷം കലക്കി കൊടുക്ക. അല്ലാതെ ഇപ്പൊ ഞാനെന്താ പറയണ? കഷ്ടകാലത്തിന് ഒരു ഐ ലവ് യു പറഞ്ഞു പോയി. അതാണ് ഞാൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കണ. കാലം കഴിക്കുന്നു. അയ്യോ വേണ്ട. ഇരുന്ന് കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടിയില്ലെങ്കിലോ? ഇതെന്തോ മജീദിക്ക, സംസ്ഥാന അവാർഡ് കിട്ടുന്ന ശില്പത്തിന്റെ കുട്ടി ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നേ? സിഗ്നൽ പിടിച്ചോണ്ടിരിക്കുക. സിഗ്നലോ? ആ, എന്തിന്റെ? കേബിളിന്റെ. കേബിളിന്റെ സിഗ്നലോ? ആ, അതിങ്ങനെയാണോ? പിന്നെ 10,500 ചാനലില്ലേ ഗോവിന്ദകുട്ടി? എല്ലാം കൂടെ പിടിച്ചെടുക്കണ്ടേ? എന്റെ വീട്ടിലൊക്കെ കേബിളാണ് ഇപ്പോഴും. ആ, ഇതും കേബിൾ തന്നെ. പക്ഷേ ഇത് വേറെ ഏതാണ്ട് സെറ്റപ്പാ. ആണോ? അകത്ത് പണി കിടന്നോണ്ടിരിക്കുക. കഴിഞ്ഞില്ലേ? ഇനി ആ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പൊക്കോ. പെണങ്ങണ്ട, ഞാൻ അപ്പോഴത്തെ ടെമ്പറിനൊന്ന് പറഞ്ഞു പോയതാണ്. ഒന്നും പറയണ്ട, പൊക്കോ. നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നീ സമാധാനമായിട്ട് കേക്ക്. ഈ കൊട്ടിലപ്പാട്ട് അമ്പളിക്കുട്ടനെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ഒരു ദുബായ്ക്കാരനും കെട്ടിക്കൊണ്ടുപോകില്ല. ദുബായ്ക്കാരനല്ല, സൗദി. ആ, സൗദിയെങ്കിൽ സൗദി. നീ എൻ്റെ പെണ്ണാണ് ഷാഹിന. ഒന്ന് ചിരിച്ചേ. നീ വാ, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ ഇവിടെ ഇരുന്നേ, ഞാൻ പറയട്ടെ. ഇവിടെ ഇരിക്കി. ഇരിക്കുന്നു. നീ അങ്ങനെ പിണങ്ങണ്ട.
കേട്ടാ. ടെക്നോളജി വളർന്ന കാര്യമൊന്നും നമ്മൾ അറിഞ്ഞില്ല ഗോവിന്ദൻകുട്ടി. പിന്നെ ഈ ഡിവൈസ് സിഗ്നൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു പുണ്ണാക്ക് പറഞ്ഞുകൂടാ. അതാണ്. പിന്നെ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് പിടിക്കാവോ? ശരി, കടയിൽ വരെ പോയിട്ട് വരാം. എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനാണ്. ആണോ? ഓ പിന്നെ ഞാൻ കുറച്ച് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരാം. പിടിച്ചോ. മറ്റേത് ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞേക്ക്. കിഴക്കോട്ട്. പൊക്കി പിടിക്ക്. അങ്ങനെ പിടിച്ചോണേ. അങ്ങനെ നിന്നോണേ. സിഗ്നൽ കട്ടാവരുത്. ഇല്ല പെട്ടെന്ന് വരണം. പെട്ടെന്ന് ദേ വരുന്നു. കടയിൽ പോകണം. ഓ ശരി. അതേ ഞാൻ പറയണേ എന്താണെന്ന് വെച്ചാൽ സൗദിക്കാരൻ വന്ന് നിന്നെ പെണ്ണ് കാണണമെങ്കിൽ കണ്ടിട്ട് പൊയ്ക്കോട്ടെ. നീ ഒരു ടെൻഷനും അടിക്കണ്ട.